അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹിക്മുൽ അതാഇയയിലെ അടുത്തൊരു ഹിക്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. കൈഫ യുശ്രിഖു ഖൽബുൻ സുവറുൽ അക്വാനി മുൻതബിഅത്തുൻ ഫീ മിർആതിഹി അം കൈഫ യർഹലു ഇലല്ലാഹി വഹുവ മുകബ്ബലുൻ ബിശഹവാതിഹി أم كيف يطمع أن يدخل حضرة الله وهو لم يتطهر من جنابة غفلاته أم كيف يرجو أن يفهم دقائق الأسرار وهو لم يتب من حفواته. كيف يشرق قلبه, ഒരു ഹൃദയം എങ്ങനെയാണ് പ്രകാശിക്കുക? സുവറുൽ അക്വാനി മുൻതബിഅത്തുൻ ഫീ മിർആതിഹി, ഈ കൗൻ അക്വാൻ അല്ലാഹുവിൻ്റെ മഖ്ലൂഖാത്ത് ദുന്യാവ്, ഈ ദുന്യാവിൻ്റെ ചിത്രങ്ങൾ മുഴുവൻ ആ ഹൃദയത്തിൻ്റെ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നുണ്ട്, പ്രതിബിംബിക്കുന്നുണ്ട്. കൈഫ യുശ്രിഖു, അപ്പം അങ്ങനെയുള്ള ദുന്യാവിൻ്റെ ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കണ്ണാടിയിൽ എങ്ങനെയാണ് കണ്ണാടിയായ ഹൃദയം എങ്ങനെയാണ് പ്രകാശിക്കുക? അം കൈഫ യർഹലു ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ആ ഹൃദയത്തിനെ എങ്ങനെയാണ് യാത്രയാകാൻ സാധിക്കുക? ഓഹോ മുകബ്ബലും ബിശഹവാതി, അത് ഷഹവാത്തുകൾ കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ്, ബന്ധനസ്ഥനാണ്. അം കൈഫ യത്മഉ അൻ യദ്ഖുല ഹളറത്തല്ലാഹി, അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് പ്രവേശിക്കാം, അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്താം എന്ന് എങ്ങനെയാണ് ആഗ്രഹിക്കാൻ സാധിക്കുക? വഹുവ ലം യതതഹർ മിൻ ജനാബത്തി ഗഫലാത്തി, അവൻ്റെ ഗഫലാത്ത് അശ്രദ്ധ എന്ന ജനാബത്തിൽ അശുദ്ധിയിൽ നിന്ന് അവൻ ശുദ്ധിയായിട്ടില്ല. അങ്ങനെയായിരിക്കെ പിന്നെ അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് എത്തൽ എങ്ങനെ സാധ്യമാകും? അം കൈഫ യർജു അൻ യഫ്ഹമ ദഖായിഖൽ അസ്റാർ, അള്ളാഹുവിൻ്റെ സിറുകൾ, അള്ളാഹുവിൻ്റെ സൂക്ഷ്മജ്ഞാനങ്ങളെ മനസ്സിലാക്കണം എന്ന് അവൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിക്കുക. അതെങ്ങനെ ഉണ്ടാവുക? വഹുവ ലം യതുബ് മിൻ ഹഫവാതി, അവൻ്റെ വീഴ്ചകളിൽ നിന്ന് അവൻ ഇതുവരെ തൗബ ചെയ്തിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും, രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതാണ്, ലിദ്ദുകൾ പറഞ്ഞതാണ്. ലായിജ്തമിഉ ലിദ്ദാനി എന്നുള്ളൊരു അടിസ്ഥാന തത്വമാണല്ലോ. എതിർ ലിദ്ദുകൾ ഉണ്ടാവില്ല, ഒരുമിച്ച് കൂടില്ല. വെളിച്ചുണ്ടാവുകയാണെങ്കിൽ ഇരുട്ടുണ്ടാവില്ല, ഇരുട്ടുണ്ടാവുകയാണെങ്കിൽ ഇവിടെ വെളിച്ചുണ്ടാവാൻ പാടില്ല. അപ്പം അതുപോലെ ദുന്യാവ് ഒരു സ്ഥലത്തുണ്ടോ അവിടെ ആഖിറ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഒരു ഹൃദയത്തിലേക്ക് ദുന്യാവ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ സ്ഥാനം എന്തിനില്ല? ആഖിറത്തിന് സ്ഥാനമില്ല. ഓക്കെ, അപ്പോൾ ഈമാൻ എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹു എന്നുള്ളത്, അള്ളാഹുവിൻ്റെ ഇൽമ് എന്നുള്ളത് നൂറാണ്, പ്രകാശമാണ്. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി എന്ന് ഷാഫി ഇമാമിനോട് ഷാഫിയുടെ ഉസ്താദ് പറഞ്ഞില്ലേ? ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫർഷദനി ഇലാ തർക്കിൽ മആസി. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നൂറാണ്, അല്ലെങ്കിൽ ഈമാൻ, അള്ളാഹുവിൻ്റെ കുറിച്ചിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അതൊരു നൂറാണ്. ആ പ്രകാശം ദുന്യാവുള്ള ഹൃദയത്തിലേക്ക് പ്രവേശിക്കില്ല. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ലുൽമത്താണ്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ ആ ഹൃദയം ഒരു കണ്ണാടിയാണ്. അപ്പോൾ ആ കണ്ണാടിയിൽ ദുന്യാവ് ഇങ്ങനെ പൂർണ്ണമായിട്ട് തികഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? നൂറിന് പ്രവേശിക്കാൻ അവിടെ സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, ലായിജത്ത് അതാണ് പറഞ്ഞത്. ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെ. അടുത്ത രണ്ടാമത് പറഞ്ഞ അള്ളാഹുവിലേക്കുള്ള രഹിലത്ത് പോകണമെങ്കിൽ ഈ റൂഹ് യാത്ര ചെയ്യണം. പക്ഷേ ആ റൂഹ് ഇവിടെ കെട്ടിയിടപ്പെട്ടതാണ്, അങ്ങനെയെങ്കിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നിൽ നിന്ന് ഒഴിവാകണം. എനിക്ക് ദുന്യാവിൻ്റെ ഒപ്പം പിന്നാലെ നടക്കണം, എന്നാൽ അള്ളാഹുവിനെ കിട്ടും വേണം. ഇത് നടക്കില്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിടത്ത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഖൽബ് എങ്ങോട്ട് ബന്ധപ്പെടുന്നു? ദുന്യാവിനോട് ബന്ധപ്പെടണമെങ്കിൽ
ദുന്യാവായിട്ട് നടക്കേണ്ടി വരും. ആഖിറത്തിനോട് ബന്ധപ്പെടുകയാണെങ്കിൽ ആഖിറത്തുമായി നടക്കേണ്ടി വരും. അങ്ങനെയാണ് നടക്കുക. അല്ലാതെ രണ്ടും കൂടി എനിക്ക് സ്വന്തമാക്കണം എന്നുള്ളതുണ്ടാവില്ല. അതിനർത്ഥം ദുന്യാവ് മൊത്തത്തിൽ പരിത്യജിച്ച് ദുന്യാവ് മൊത്തം ഒഴിവാക്കുക എന്നുള്ളതല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ഹൃദയം, യഥാർത്ഥത്തിലേ ഹൃദയം എന്ന് പറഞ്ഞാൽ അതാണ് അടിസ്ഥാനം. അള്ളാഹുവിനോടുള്ള മഹബത്ത് അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഖൗഫ്, ഇതൊക്കെ ബന്ധിക്കുന്നത്, നമ്മുടെ ഇമോഷൻസൊക്കെ ബന്ധിക്കുന്നത് ഹൃദയത്തിനോടാണ്. സാധാരണ പറയാറുണ്ട്, തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഇഖ്ലാഉൽ ഖൽബിൽ അഖലി. നമ്മൾക്ക് അള്ളാഹു ഉണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിനെ സ്ഥിരപ്പെടുത്താൻ നമ്മൾക്ക് കുറേ തെളിവുകളുണ്ടാവും. അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന് നമ്മൾ എത്ര തെളിവുകളും പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ മുർസലീങ്ങൾ അമ്പിയാക്കൾ വരുമോ? അമ്പിയാക്കൾ വരും. അമ്പിയാക്കൾ കൊണ്ടുവന്ന സത്യമാണോ? ഇതൊക്കെ നമ്മൾക്ക് സ്ഥിരപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ആ സ്ഥിരപ്പെടുത്തിയതനുസരിച്ചാണോ നമ്മൾ നടക്കുന്നത്? അല്ല. ആ സ്ഥിരപ്പെടുത്തി അള്ളാഹു ഉണ്ട്, അള്ളാഹു എനിക്ക് റഹീമാണ്, ഗഫൂറാണ്, അങ്ങനത്തെ ഒരു അള്ളാഹു അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ തുടർന്ന് പിന്നീട് വരേണ്ടത് എന്താണ്? ആ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം, ആ അള്ളാഹുവിന് കീഴ്പ്പെടണം, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും നടക്കണം. ആ ചിന്ത ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം ആ ഇഖ്ലാഅ് അല്ലെങ്കിൽ അപ്പോൾ ആ അഖല് കൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യത്തിന് എന്തിനേയും കീഴ്പ്പെടുത്തുക, ഹൃദയത്തിനെയും കീഴ്പ്പെടുത്തുക എന്നതാണ് തർബിയത്ത് എന്ന് സാധാരണ പറയാറുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോ ഹിക്മത്തുകളും ഈ ഹിക്മത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നവരൊക്കെ മുമ്പുള്ള ഹിക്മത്തുകളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഹിക്മത്തിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദുആ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തുകൊണ്ട് പിന്തുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇജാബത്ത് എങ്ങനെയായിരിക്കും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അപ്പോൾ ആ ഇജാബത്ത് തഅഖുറാവാനുള്ളൊരു കാരണം, ആ കാരണമായിട്ടും കൂടി ഇത് നമ്മൾക്ക് പരിഗണിക്കാം. എങ്ങനെ ദുആ, അബ്ദ് ഇങ്ങനെ ദുആ ചെയ്തിട്ട് എന്താണ് അത് ചെയ്യാതിരിക്കാൻ കാരണം? എങ്ങനെ ദുആ ഉത്തരം കിട്ടുക? കാരണം അവൻ്റെ ഹൃദയം പ്രകാശിതമല്ല. അവൻ്റെ ഹൃദയം പ്രകാശിതമല്ല. പ്രകാശിതമാവണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുന്യാവ് ഒഴിവാകണം. യെസ്. അപ്പോൾ ദുന്യാവിനോട് ആവരുത് നമ്മുടെ ഹൃദയം ബന്ധപ്പെടേണ്ടത്. അങ്ങനെ ബന്ധപ്പെട്ടാൽ പിന്നെ മറ്റു സംഭവങ്ങളൊക്കെ ഇല്ലാതെയാവും, അല്ലേ? വമിൻഹും മൻ യഖൂലു റബ്ബന ആതിന ദുന്യാവിലുള്ള നന്മകൾ തരണേ എന്ന് പറയുന്നവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുന്നുണ്ട്. അള്ളാഹു ആഖിറത്തിൽ നിന്നുള്ള ഒരു നസീബും അവന് ഉണ്ടാവില്ല എന്ന് ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്. ദുന്യാവും ആഖിറവും വേണം. എങ്ങനെയാണ് ദുന്യാവിനെ സമീപിക്കേണ്ടത് എന്ന് പറയാം. ദുന്യാവിലേക്ക് മാത്രം മുന്നിട്ടത് കാരണത്താൽ നശിച്ചുപോയ കുറേ ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹി, പിന്നെ വആതീനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ. കുറേ സമ്പത്തുകൾ നൽകപ്പെട്ട ആളായിരുന്നു ഖാറൂൻ. പക്ഷേ ഖാറൂന് ദുന്യാവിലേക്ക് അഭിരമിച്ചു, തകർന്നുപോയി. വതുല അലൈഹിൻ നബഅ അല്ലദീ ആതീനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅസ്ബഹു അശ്ശൈത്വാനു ഫകാന മിനൽ ഗാവിൻ. ബലാം ഇബ്നു ബൗറയിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഖുർആൻ. സംഭവം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, വിജ്ഞാനങ്ങളൊക്കെ നൽകിയ ആൾ തന്നെയായിരുന്നു ബലാം ഇബ്നു ബൗറ. പക്ഷേ ദുന്യാവിലേക്ക് ചിന്ത പോയപ്പോൾ വലാകിന്നഹു അഖ്ലദ ഇലൽ അർള് വത്തബഅ ഹവാ ഫമസലുഹു കമസലിൽ കൽബി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആളാണ് ബലാം ഇബ്നു ബൗറ. അപ്പോൾ അങ്ങനത്തെ ദുന്യാവിലേക്ക് അഭിരമിച്ചത് കാരണത്താൽ നശിച്ചു പോകുന്ന കുറേ ആളുകളുണ്ട്. മാത്രമല്ല ഈ 4 സാധനങ്ങളും, ഈ 4 ഹിക്മത്തുകളും ഒന്നാമത്തതും രണ്ടാമത്തതും ഇങ്ങനെ നമ്മൾക്ക് ബന്ധം മനസ്സിലാക്കാം. കയ്യിഫ യുശ്രിഖു ഖൽബുൻ സുവറുൽ അക്വാനി മുൻതബിയാത്തുൻ ഫീ മിർആത്തി. ഹൃദയം എങ്ങനെയാണ് പ്രകാശിക്കുക ദുന്യാവുള്ള ഹൃദയം. അപ്പോൾ ആ ഇസ്റാഖ് ഉണ്ടാകാനുള്ള അതിനുള്ള ഒന്നാമത്തതിനുള്ള പരിഹാരം രണ്ടാമത്തെ വരിയിലുണ്ടാവും.
അതിൻ്റെ പരിഹാരം അടുത്തിലുണ്ടാവും അങ്ങനെ അങ്ങനെ തുടർന്ന് പോകണം. അപ്പോൾ കൽബ് ഇസ്റാഖാവാനുള്ള വഴി എന്താ? അള്ളാഹുലേക്ക് യാത്ര ചെയ്യണം. അള്ളാഹുലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഷഹ്വാത്ത് ഒഴിവാക്കണം. അങ്ങനെ ഷഹ്വാത്ത് ഒഴിവാകണമെങ്കിൽ അവൻ്റെ അശ്രദ്ധ നീക്കണം. അശ്രദ്ധ നീങ്ങണമെങ്കിൽ അള്ളാഹുവിൻ്റെ സിറുകളെ കുറിച്ചുള്ള അറിവുണ്ടാവണം. അതിൽ നിന്ന് തൗബ പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് വരുന്നത് തൗബയാണ്. മനുഷ്യനാണ് കുല്ലുബിന് ആദമ ഖൈറുൽ ഖത്താഇന തവ്വാബ്, പേവുണ്ടാവും. പക്ഷെ ആ പേവിൽ നിന്ന് തൗബ ചെയ്ത് അതുവഴി അള്ളാഹുവിൻ്റെ ഇൽമുകളൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള കൂടുതൽ മാരിഫത്ത് ലഭിച്ച്, അങ്ങനെ അവൻ്റെ അശ്രദ്ധ പൂർണ്ണമായിട്ട് അള്ളാഹു എന്നുള്ളൊരു ബോധം ഉണ്ടായി, അങ്ങനെ അള്ളാഹുവിലേക്കുള്ള രഹലയും അള്ളാഹുവിൻ അത് വഴി ഹൃദയം പ്രകാശിക്കാൻ, ഇത് അങ്ങനൊരു ഓർഡറാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചുരുക്കത്തിൽ അള്ളാഹു ദുന്യാവ് എന്നുള്ളതാവരുത് ഒരു പ്രധാന ചിന്ത. അതുകൊണ്ട് ദുന്യാവ് മൊത്തത്തിൽ ഒഴിവാക്കുക, തൊലാക്കില്ല എന്നുള്ളത് ഇതല്ല വഴി. മറിച്ച് ദുന്യാവിനെ സമീപിക്കുമ്പോൾ, ദുന്യാവിൽ നിന്ന് എന്തെടുക്കുമ്പോഴും അള്ളാഹുവാണ്. മുഖവ്വനെ മാറ്റി മുഖവ്വിനെ കുറിച്ച് ചിന്തിക്കണം. ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തു തദുല്ലു അലാ അന്നഹു വാഹിദു. ഈ അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളൊക്കെ ചിന്തിക്കുമ്പോൾ, ഈ പ്രകൃതി, ഈ ജീവജാലങ്ങൾ, നമ്മുടെ ശരീരം, മറ്റെന്തും, ഭൂമി, സൂര്യൻ, എന്തിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും, നമ്മൾ ഒരു പൂ പറിക്കുകയാണെങ്കിൽ, ഒരു വിത്ത് നടുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം എവിടെ നിന്ന് വന്നു, ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ആ ജ്യൂസ്, അതിൻ്റെ പിന്നിൽ ഈ മധുരം വെച്ചവനാര്, ഈ പഴത്തിൽ മാങ്ങ ഭക്ഷിക്കുകയാണെങ്കിൽ ആ മാങ്ങയിലുള്ള മാധുര്യം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ആ മധുരം നുണയാനുള്ള കഴിവ് നമ്മുടെ നാവിൽ വെച്ചവൻ അല്ലേ, അങ്ങനെ തുടങ്ങി എന്തിലും നമ്മൾക്ക് കുടിക്കാൻ കഴിവ് തന്നവൻ. ഏത് ഭക്ഷണങ്ങളും ഉള്ളിലേക്ക് ഇറക്കിയാൽ അതൊക്കെ വേണ്ടത് വേണ്ട സ്ഥലങ്ങളിലേക്ക് പോയി, ഉപേക്ഷിക്കപ്പെടേണ്ടത് ഉപേക്ഷിക്കപ്പെട്ട് ദഹിച്ച് എല്ലാം റെഡിയാകുന്ന സിസ്റ്റം. ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനെക്കുറിച്ചും ചിന്തിക്കാൻ, അല്ലെങ്കിൽ എല്ലാം വഴി അള്ളാഹുവിലേക്ക് എത്താൻ, അതാവണം ഒരു മനുഷ്യൻ്റെ ചിന്ത. അതായ ഖുർആനൊക്കെ തഖല്ലബുല്ലദീന കഫറു ഫിൽ ബിലാദ് മത്താഉൻ ഖലീൽ. ദുന്യാവ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ദുന്യാവ് പലരും ദുന്യാവിൽ അഭിരമിക്കുന്നത് കാണാം, പക്ഷേ മത്താഉൻ ഖലീൽ. ലൗ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഹൂലത്തിൻ മാ സഖാ കാഫിറൻ ശർബത മാ. ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ സ്ഥാനം പോലും ദുന്യാവിനില്ല. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും ധിക്കരിക്കാത്തവരൊക്കെ ദുന്യാവിൽ അഭിരമിക്കുന്നത്, ദുന്യാവിനെ ആസ്വദിക്കുന്നത്, അവർക്കൊക്കെ സുഖം ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ചിന്തകൾ മാറുക. അങ്ങനെ തൗബയിലൂടെ ഷഹ്വാത്തിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, അങ്ങനെ ഹൃദയം പ്രകാശിക്കാൻ ആവണം. അതിലൂടെ മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുക എന്നതാണ് ഈ ഹിക്മത്തിലൂടെ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി വിശദീകരിക്കുന്നത്. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.